കന്നിക്കൂറുകാരുടെ മെയ് 12 മുതൽ 18 വരെയുള്ള ഒരു ആഴ്ചയിലെ ഫലം നോക്കാം. ഈ ആഴ്ച കന്നിക്കൂറുകാർക്ക് പൊതുവിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത്. ചില കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ വരാമെങ്കിലും മറ്റു ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ഒക്കെ തന്നെ ആവശ്യമായിട്ട് വരുന്നൊരാഴ്ചയാണ് മെയ് 12 മുതൽ 18 വരെ കന്നിക്കൂറുകാർക്കുള്ളത്. പൊതുവിൽ ഈ ആഴ്ച കന്നിക്കൂറുകാർക്ക് യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. അത് ജോലി സംബന്ധമായോ വിനോദയാത്രകളോ ഒക്കെ തന്നെ ആകാം. വെക്കേഷൻ സമയമാണ്, അപ്പം വിനോദയാത്രകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടൊക്കെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള യാത്രകളൊക്കെ തന്നെ കന്നിക്കൂറുകാർ നടത്താൻ സാധ്യത കാണുന്നുണ്ട്. ആശയവിനിമയ ശേഷി, കന്നിക്കൂറുകാരുടെ ആശയവിനിമയ ശേഷിക്ക് ഈ ആഴ്ച വളരെ ഗുണം ചെയ്യും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കുന്നതിലൂടെ പല പ്രശ്നങ്ങളും ഒക്കെ തന്നെ പരിഹരിക്കാൻ സാധിക്കും. ആളുകളുടെ ഇടയിലുള്ള, സഹപ്രവർത്തകരുടെ ഇടയിലുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ നമ്മുടെ ഫലപ്രദമായിട്ടുള്ളൊരു ആശയവിനിമയത്തിലൂടെയൊക്കെ തന്നെ സാധിക്കുന്ന ഒരു സാഹചര്യമാണ്, പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവിൽ കാണുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കരുത്. ആരോഗ്യകാര്യങ്ങളിലൊക്കെ തന്നെ നല്ല ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവ അവഗണിക്കാതെ അതിന് വേണ്ട വൈദ്യസഹായമൊക്കെ തേടിക്കൊണ്ട് നമ്മളത് മുന്നോട്ട് പോകണം. കൃത്യമായ വ്യായാമം, ഭക്ഷണക്രമമൊക്കെ പിന്തുടരുക. ജീവിത ശൈലി ശ്രദ്ധിക്കുക. ചെറിയ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അവ അവഗണിക്കാതെ മുന്നോട്ട് പോകണം. ജോലി സ്ഥലത്ത് മാറ്റങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് സ്ഥലം മാറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതിൻ്റെയോ മാറ്റങ്ങളാകാം. അതായിരിക്കും മാറ്റങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളെയൊക്കെ തന്നെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കണം. നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന എന്ത് ഉത്തരവാദിത്വമാണോ ആ ഉത്തരവാദിത്വത്തെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ആഴ്ച കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായിട്ട് വരും. ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് ഒന്ന് നന്നായിട്ട് ആലോചിച്ച് ചെയ്യുന്നത് ഉചിതമായിരിക്കും. സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം പുലർത്തുക. അവരുടെ സഹകരണമാണ് നമുക്ക് പല കാര്യങ്ങളിലും ഉപകാരപ്രദമാകുന്നത്. അപ്പോൾ ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. സാമ്പത്തികമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഉള്ള കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കണം. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ തന്നെ നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ പുതിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് മുൻപ് നന്നായിട്ട് ആലോചിച്ച ശേഷം തീരുമാനമെടുക്കണം. കുടുംബബന്ധം, കുടുംബാംഗങ്ങളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കണം. അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി അവർക്ക് വേണ്ട പിന്തുണ നൽകണം. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ സംയമനത്തോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മളോടൊരാൾ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച്, ആ സമയത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളും വഴക്കിന് മുതിരാതെ ആ വ്യക്തി എന്തുകൊണ്ടാണോ അത് അങ്ങനെ സംസാരിക്കാൻ ഇടവന്നത് എന്ന സാഹചര്യത്തെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വളരെ സ്നേഹത്തോടെയും സംയമനത്തോടെയും ഒക്കെ തന്നെ കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കണം. ബന്ധുക്കളുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധം പുലർത്തുന്നത് സന്തോഷം നൽകും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം, ഇതൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കുക. മാനസികമായ പിരിമുറുക്കം ഒഴിവാക്കാൻ യോഗയോ ധ്യാനമോ പുസ്തക വായന, പാട്ട് കേൾക്കുക, യാത്രകൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ, വായന അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കേൾക്കുക, ഇതൊക്കെ തന്നെ നമ്മുടെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ സഹായിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയൊക്കെ ചെയ്താൽ ആരോഗ്യം ഉചിതമായിട്ടിരിക്കും ഈ ഒരാഴ്ച. പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. 1, യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. 1, ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. 2, മൂന്നാമത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം. 4, കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തണം. ഇതോടെ നമ്മുടെ കന്നിക്കൂറുകാരുടെ മെയ് 12 മുതൽ 18 വരെയുള്ളൊരു ആഴ്ചയുടെ ഒരു ഫലമാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരാഴ്ച കന്നിക്കൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യവും മംഗളങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.